ഹലോ എവരിവൺ, നമുക്കിന്നേ ഒരു ഓണത്തിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്ററാണ് കേട്ടോ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ സൈസിലുള്ളൊരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള പോസ്റ്ററായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു പച്ച കളറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം എലമെൻറ്റ്സിൽ പോയിട്ട് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എലമെൻറ്റ്സുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഓണം ഫ്ലവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് വരും. പ്രത്യേകിച്ച് ഒരു പ്ലാനും കാര്യങ്ങളൊന്നും എനിക്ക് പോസ്റ്ററിനില്ല. നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് എലമെൻറ്റ്സ്, ഗ്രാഫിക്സും ഫോട്ടോസും ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സും കാര്യങ്ങളും ഈ ഒരു എലമെൻറ്റ്സിൽ പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഞാനിതാ ഈ ഗ്രാഫിക്സിൽ നിന്ന് അല്ല ഫോട്ടോയിൽ നിന്നും ഈ ഒരു ഫ്ലവർ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഫ്ലവർ, റൗണ്ടിൽ കാണുന്ന ഈ ഒരു ഫ്ലവർ. അതിനുശേഷം ഞാനതിവിടെ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യും ചെറുതാക്കിയിട്ട് ആ ഒരു സൈഡിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ ഞാൻ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇപ്പോഴത്തെ സൈഡിലും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഞാൻ എലമെൻറ്റ്സിൽ പോയിട്ട് നമ്മുടെ മഹാബലിയെ ഞാനൊന്ന് കൊണ്ടുവരുന്നുണ്ട് ഇതിലേക്ക് കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പം ഞാൻ പ്രീമിയം എടുത്ത ഒരാളാണ്. ഇപ്പോൾ പ്രീമിയം എടുക്കാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഞാനിതിനെ ഫ്ലിപ്പിൽ പോയിട്ട് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിനെ ചെറുതാക്കിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫ്ലവറിനെ ഒന്നുകൂടി ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് അവിടെ ഒന്ന് കുറച്ചിങ്ങനെ ഒന്ന് സിമ്പിളായ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ ഒന്നുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു മഹാബലിനെ ഞാൻ ഒന്നുകൂടി സൈസ് വലുതാക്കിയിട്ട് ഈ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റിൽ പോയിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് അതിൽ ഹാപ്പി ഓണം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് ഞാനൊന്ന് ഏതാണ് കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ കുറച്ച് നേരം തിരഞ്ഞിട്ടാണ് ഈ ഒരു ഫോണ്ടിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ കളറ് വൈറ്റ് കളറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് വീണ്ടും ടെക്സ്റ്റ് ബോക്സിൽ പോയിട്ട് ഓണം എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ടെക്സ്റ്റ് സൈസ് വലുതാക്കി കൊടുത്തു. അതിനുശേഷം ഈ ആൻസിങ് എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്യണം, വിഷിംഗ് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാനിവിടെ നമ്മുടെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അപ്ലോഡിൽ പോയിട്ട് നമ്മുടെ ലോഗോ ഇവിടെ കൊണ്ടുവരിക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്തതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ പഠിപ്പിച്ച പോലെ അതൊന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ എലമെൻറ്റ്സിൽ പോയിട്ട് അവിടെ എനിക്ക് കുറച്ച് ബ്ലാങ്ക് ആയിട്ട് തോന്നി. അവിടെ ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു പൂക്കളം കൊണ്ടുവന്നിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈസൊക്കെ ഒന്ന് ചെറുതാക്കി അതിനെ എവിടെയാണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മഹാബലിനെ ഞാനൊന്ന് ചെറുതാക്കി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് പേജിൻ്റെ കളർ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വേറെ ഏതെങ്കിലും കളർ നമുക്ക് ചൂസ് ചെയ്യാം. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഗ്രേഡിയൻ്റ് എങ്ങനെയാണ് കൊണ്ടുവരിക, ജസ്റ്റ് പഠിപ്പിച്ചെന്ന് പറയാനായിട്ടില്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇനി ഷാഡോ കൊണ്ടുവരികയാണ് ഞാൻ. നമ്മളെ മഹാബലിൻ്റെ താഴത്തായിട്ടൊരു ഷാഡോ ലുക്ക് കൊണ്ടുവന്നാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷാഡോവിനെ എടുത്തു. എന്നിട്ട് അതിനെ ഈ ഒരു ലെവലിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ട്രാൻസ്പെറൻസി കളറ് ഞാൻ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലെവലിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു നിഴൽ, മഹാബലിൻ്റെ ഒരു നിഴലുള്ള പോലെ ആ കാലുകളുടെ നിഴലിട്ടാ അതവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഫോണ്ടില്ലേ ഓണം എന്ന് പറയുന്നത്, അതിൻ്റെ ഫോർമാറ്റ് ഞാനൊന്ന് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റി കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ ഒരു മഹാബലിനൊന്നും കൂടി നീക്കി വെച്ച് കൊടുത്തു. അവൻ്റെ ഷാഡോയും ഒന്ന് നീക്കി വെച്ച് കൊടുത്തു. ഇനി ഈ ഹാപ്പി എന്നുള്ളതിനെ ഞാനൊന്നുകൂടി ചെറുതാക്കി ഫോണ്ട് ചെറുതാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ പറയും കേട്ടോ. അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പ്രീമിയം എടുക്കാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ കളർ ഞാൻ വെറുതെ ഒന്ന് മാറ്റി നോക്കിയതാണ്. അതിനെ വൈറ്റ് കളറിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.